ഞങ്ങളെല്ലാവരും കൂടി ഋത്തുവിൻ്റെ പല്ലൊന്ന് കാണിക്കാൻ ഡോക്ടറെ അടുത്ത് പോവുക. അവൻ്റെ മുകളിലത്തെ 2 പല്ല് പോയിട്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം 9 മാസമൊക്കെ ആയി. ഇതുവരെ ആശാന് പല്ല് വന്നില്ല. അപ്പോൾ പിന്നെ അതൊന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ താഴത്തെ ഒരു പല്ലാണെങ്കിൽ ഇളകുന്നുമുണ്ട്. അപ്പോൾ അതും ഒന്ന് പറിക്കാമല്ലോ. അങ്ങനെ നമ്മൾ പോകുന്ന പൊറ്റമ്മേലുള്ള അശ്വന്ത് ക്ലിനിക്കിലാണേ. അവിടെ എത്തിയപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ജാനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഋത്തുവിൻ്റെ പല്ലാണല്ലോ പറിക്കുന്നത്. പിന്നെ പല്ല് പറിച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം കിട്ടുമെന്ന് പറയാം. അപ്പോൾ ഫുൾ ഹാപ്പി. പക്ഷേ ഋത്തുവിന് അങ്ങനെ പേടിയൊന്നുമില്ല. പക്ഷേ ഉള്ളിലെത്തിയപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ ഋത്തുവും ജാനിയും കുറേ കളിച്ചു. പിന്നെ അവർക്ക് ഋത്തുവിന് ഒരു തീരെ പേടിയില്ലായിരുന്നു ഈ പല്ല് പറിക്കാനൊന്നും. പക്ഷേ ഒരു 8 മാസം മുന്നേ അവനൊരു ക്ലിനിക്കിൽ പോയിട്ട് ഈ അധികം ഇളകാത്ത പല്ല് അവർ പറിച്ചു. പക്ഷേ ആ സമയത്ത് അവൻ നല്ല പെയിനായി. ഇന്നിപ്പം ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ 5-8 മാസമൊക്കെ ആയാലും അവിടെ കീറി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 10 വയസ്സൊക്കെ ആയ കുട്ടിക്ക് പല്ല് വന്നില്ലെങ്കിൽ ജസ്റ്റ് കീറി കൊടുത്താൽ മതി. അല്ലാണ്ട് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങളോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പല്ല് ഇത്രയും മാസമായിട്ട് വന്നില്ലല്ലോ, അപ്പോൾ ഒന്ന് കീറി കൊടുക്കണമെന്ന്. അങ്ങനെ ആ ഡോക്ടർ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ മുമ്പിലത്തെ ഒരു ഇളകിയ പല്ല് പറിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ചെറുതായിട്ട് തരിച്ചു പോയതുകൊണ്ട് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് എൻ്റെ ചുണ്ടിനെന്തോ പ്രശ്നമുണ്ട്, ഒന്നും തൊട്ടിട്ട് അറിയുന്നില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടെന്ന്. അപ്പോഴാണ് അവിടെ ഇലക്ട്രിക്കൽ ബ്രഷ് കണ്ടത്. അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പല്ലൊക്കെ പറിച്ചതല്ലേ, അങ്ങനെ അവന് വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് വാങ്ങിയത് ജാനി കണ്ടില്ല. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. അല്ലെങ്കിൽ അവളും കരഞ്ഞ് ബഹളം ഉണ്ടാക്കി വാങ്ങിച്ചേനെ. അപ്പോൾ അത് കാണാത്തതുകൊണ്ട് സമാധാനം. ഞങ്ങൾ മെല്ലെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇറങ്ങുന്ന സമയത്തേ പറയുന്നുണ്ടായിരുന്നു ഐസ്ക്രീം വേണമെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോകുന്ന വഴി അവിടെ അടുത്ത് തന്നെയാണ് നാച്ചുറൽസ്. അപ്പോൾ അവിടെ കയറാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു. പിന്നെ നാച്ചുറൽസ് എത്തി. പിന്നെ ഓരോ ആളുകൾക്കും ഓരോ ഫ്ലേവറാണ് വേണ്ടത്. ജാനിക്കും ഋത്തുവിനും ജാനിക്ക് പൊതുവേ ഇഷ്ടം സ്ട്രോബെറി, പക്ഷേ അവിടെ സ്ട്രോബെറീൻ്റെ ഫ്ലേവർ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഋതു പറഞ്ഞത് തന്നെ പറഞ്ഞു അവർക്കും വാനിലയും ചോക്ലേറ്റും മതി. അതിൻ്റെ ഇടയ്ക്ക് ഋത്തുവിന് ഇത് തരിച്ച് നിൽക്കുന്നതുകൊണ്ട് അതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ചുണ്ട് വേദനയാണെന്ന്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് എല്ലാവരും കൂടി ഓരോ ഐസ്ക്രീം എല്ലാവരും വാങ്ങിച്ചു. പിന്നെ ജാനി ഐസ്ക്രീം വാങ്ങിയാലും അത് അവൾക്ക് വേണം. അവളത് കഴിച്ചിട്ടേ അവളത് കഴിക്കും. അപ്പോൾ റിജിലേട്ടനോട് എനിക്ക് കിട്ടുമ്പോൾ അച്ഛനും ഞാൻ തരുമെന്നും പറഞ്ഞിട്ട് ഒരു തവണ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് റിജിലേട്ടൻ്റെ ഐസ്ക്രീം എല്ലാം അടിച്ച് മാറ്റാം. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഐസ്ക്രീം വന്നു. പിന്നെ എൻ്റെ ഐസ്ക്രീം വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അവൾ കഴിച്ചിട്ട് ബാക്കി കഴിച്ചു. അല്ലേ സെയിം ഫ്ലേവറാണ്. അവൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം പിന്നെ അവൾ എൻ്റെതും കഴിച്ചു, അവളതും കഴിച്ച അവസാനം അവൾക്ക് എൻ്റെത് എങ്ങനെ തീർക്കാന്നുള്ള ഉദ്ദേശമായിരുന്നു. പിന്നെ അതങ്ങ് കഴിഞ്ഞു. പിന്നെ അവിടുത്തെ ഐസ്ക്രീം ഭയങ്കര ടേസ്റ്റാണ്. ഇവർക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അങ്ങനെ വല്ലപ്പോഴേ കയറാറുള്ളൂ. പിന്നെ ഈ പല്ല് എപ്പം പറിക്കുന്ന സമയത്ത് നമ്മൾ ഐസ്ക്രീം വാങ്ങും. അത് അധികവും ഇവിടെ നിന്ന് തന്നെയാണ് ഉണ്ടാവാറ്. ഞങ്ങളധികം ആശുപത്രി ക്ലിനിക്കിൽ ഞങ്ങൾ ആദ്യമായിട്ട് പോയതാണ്. അപ്പം പൊതുവേ ഞങ്ങൾ ഇവിടെ ടൗണിലുള്ള വേറെ ക്ലിനിക്കിലൊക്കെയാണ് പോവാറ്. അങ്ങനെ പോയിട്ടാണ് ഒരിക്കലും ഋതുവിന് ഈ പ്രശ്നം പറ്റിയത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.